ചന്ദ്രവംശത്തിലെ ഒരു പ്രധാന രാജാവായിരുന്നു ഉദയനൻ. ഉദയനന് എങ്ങനെയാണ് അച്ഛനെ നഷ്ടപ്പെട്ടത് എന്നാണ് ഇതിലത്തെ കഥ കേട്ടോ. ഉദയനൻ്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനായിരുന്നു രാജാവ്. അദ്ദേഹം എന്തുണ്ടായെന്ന് വെച്ചാൽ ഭാര്യ മൃഗാവതി എന്നാണ് ഭാര്യയുടെ പേര്. അപ്പോൾ ഭാര്യയ്ക്ക് ഒരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രക്തമുള്ള ഒരു കുളത്തിൽ കുളിക്കണം. ഗർഭിണിയായപ്പോൾ ഒരാഗ്രഹം പറഞ്ഞു. അപ്പോൾ ഒരു എന്താ ചെയ്യുക, അങ്ങനെ രക്തമുള്ള കുളം കിട്ടില്ല. അപ്പം ഒരു തരം രസായനം കലക്കുമ്പോൾ അത് രക്തം പോലെയുള്ള കളറാവും. അങ്ങനെ അദ്ദേഹം രക്തം കളറുള്ള ഈ കുളം കാണിച്ചു കൊടുത്ത് അങ്ങനെ മുങ്ങുമ്പോഴാണ് ഒരു പരുന്ത് വന്ന് ഈ സ്ത്രീനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു മലയുടെ മുകളിൽ കൊണ്ടുവയ്ക്കും. മലയുടെ മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ ഒരു മുനിക്കുമാരൻ വന്നിട്ട് ഈ പെണ്ണിനെ രക്ഷിച്ച് അവിടെ കൊണ്ടുപോകും. അങ്ങനെ അവിടെ ചെന്ന് പ്രസവിച്ചപ്പോൾ ആ കുട്ടിക്ക് ഉദാനൻ എന്ന് പേരിടാണ്. അങ്ങനെ ഈ കുട്ടിക്ക് അമ്മേരെ ഒരു വള കൊടുക്കുകയാണ്. ഈ കയ്യിൽ വെക്കാനായിട്ട് അമ്മേരെ വള കൊടുക്കുമ്പോൾ ആ വളയമ്മ അച്ഛൻ്റെ എന്താണ്ടാവുക, അച്ഛൻ്റെ ഫോട്ടോ അമ്മരി അവിടുത്തെ രാജമുദ്ര ഒക്കെയുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ അത് കൊണ്ടിങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ദിവസം ഒരാൾ പാമ്പിനെ പിടിച്ചിട്ട് കൊല്ലാൻ നോക്കുക. അപ്പോൾ ഈ കുട്ടി ഓടി ചെന്നിട്ട് പറയും പാമ്പിനെ വിടാൻ പറയും. അപ്പോൾ പാമ്പിനെ വിട്ടാൽ നീ എന്താ തരാമെന്ന് എന്നോട് എനിക്ക് തരണം, എന്തെങ്കിലും തരണം എന്ന് പറയും. അപ്പോൾ പറയും ശരി ഞാൻ എൻ്റെ ഈ വള തരാമെന്ന് പറയും. അങ്ങനെ ആ വളയും കൊണ്ട് ഈ പാമ്പിനെ വിട്ട ആൾ എന്ത് ചെയ്തു, ഓടിപ്പോയി സ്വർണ്ണക്കടയിൽ കൊണ്ടു ചെന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് രാജകൊട്ടാരത്തിലത്തെ അയാൾ രാജാവിൻ്റെ കിങ്കരന്മാരെയൊക്കെ അറിയിച്ച് അദ്ദേഹം എന്താ ചെയ്യുക, ലാസ്റ്റ് ഇയാളെ പിടിച്ചുകൊണ്ടുപോയി പറഞ്ഞൊരു കുട്ടി ഇങ്ങനെ തന്താണെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ആ രാജാവ് അന്വേഷിച്ച് വന്ന് ഭാര്യേനും മകനെയും തിരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ കഥ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.